എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 46 ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കല്ലിനുമീതെ പരമില്ലെന്ന് ഓതിയുടൻ എല്ലാരോടും കുതറി വാപേശിയും സപതി തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. ഇവിടെ വാക്കർത്ഥമാണ് പറയുന്നത്. ആദ്യം കല്ലിനു മീതെ, വിവേകമില്ലാത്ത എടുത്തുചാട്ടത്തിനു മേലെ, പരമില്ലെന്ന് ഓർത്തുടൻ, മറ്റൊരാവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച്, എല്ലാരോടും കുതറി, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെന്ന് കയറി, സപതി വാപേശിയും, പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞ് തള്ളിപ്പുറപ്പെടും, എല്ലായിടത്തും വെളിവിട്ടു പോകുന്ന അഹംബുദ്ധി കൊണ്ട് താൻ കേമത്തം വർദ്ധിപ്പിച്ച് നീ ചിലരെ കൊല്ലുന്നു, അല്ലയോ ഭഗവൻ, അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ഇതാണ് ഇതിൻ്റെ വാക്കർത്ഥം. ഇനി ഇവിടെ ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ അർത്ഥം പറയുകയാണ്, പോയത്തിൻ്റെ അർത്ഥം പറയുകയാണ്. വിവേകമില്ലാത്ത എടുത്തുചാട്ടത്തിനു മേലെ മറ്റൊന്നും ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച്, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെന്നു കയറി, പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് എല്ലായിടത്തും വെളിപ്പെട്ടു പോകുന്ന താൻ കേമത്തം വർദ്ധിപ്പിച്ച്, അല്ലയോ ഭഗവാൻ, അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി പറയാം. വിവേകമില്ലാത്ത എടുത്തുചാട്ടത്തിനു മേലെ മറ്റൊന്നും ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച്, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെന്ന് കയറി, പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് എല്ലായിടത്തും വെളിപ്പെട്ടു പോകുന്ന താൻ കേമത്തം വർദ്ധിപ്പിച്ച്, അല്ലയോ ഭഗവാൻ, അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു. അഹങ്കാരം മോക്ഷത്തെ തടയുന്നു. അതാണ് ഈ പോയത്തിലെ സാരം. അഖണ്ഡ ബോധവസ്തുവിൽ നിന്നും അഹങ്കാരം ഉദയം ചെയ്യുന്നത് എങ്ങനെയെന്ന് നാം 1-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കണ്ടുവല്ലോ. 1-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിനെ കുറിച്ച് നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് നോക്കാം. അതായത്, ഓങ്കാരത്തിൻ്റെ പൊരുളായ പരബ്രഹ്മം തന്നെ 3ആയി വേർപെട്ട അഹങ്കാരങ്ങളായി ആവിർഭവിച്ചു, അല്ലേ? ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ അഹങ്കാരമായി എന്നാ പോയത്തിൽ പറയുന്നുണ്ട്, ഇല്ലേ? അതാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ആ അഹങ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പോയം കൂടി നമ്മൾ കൂട്ടി ചേർത്ത് വേണം മനസ്സിലാക്കാൻ. ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി. അപ്പോൾ നമ്മൾ കാണുന്നില്ലേ, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പോൾ ഇതിലൊക്കെ നല്ല ഈ അതിൻ്റെ ആ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളിലെല്ലാം ആങ്കാരം അടങ്ങിയിരിക്കുന്നതാണ്. ഈ ഓങ്കാരത്തിലെ 3 ഇതാണ്. ഓങ്കാരമായിരുന്ന പൊരുൾ 3ആയി പിരിഞ്ഞ് വേർപെട്ട അഹങ്കാരങ്ങളായി മാറി. അപ്പോൾ നമ്മുടെ ജീവനിലും ഈ ഭാവം തീർച്ചയായും ഉണ്ടാവും. കാരണം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരബ്രഹ്മത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിലും ഉണ്ട്, ഇല്ലേ? അപ്പോൾ ആ പരബ്രഹ്മത്തിൻ്റെ ആ അഹങ്കാരങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, പ്രകൃതിക്ഷോഭം, അഗ്നി പ്രളയം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആ അഹങ്കാരമായി ഭവിച്ചതിൻ്റെ മറ്റു രൂപങ്ങളാണ്. പക്ഷേ അതെല്ലാം കൂടെ അടങ്ങി ഒന്നായി ഓങ്കാരപ്പൊരുളായി പ്രണവാകാരമായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ അഹങ്കാരം അടങ്ങുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലെ അഹങ്കാരം ഉള്ള സ്വഭാവത്തിലൂടെ ഒന്ന് പരബ്രഹ്മത്തിൻ്റെ സ്വഭാവമായ ആ സ്വഭാവം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓങ്കാരം എന്നുള്ള ആ പ്രണവ ആകാരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് ശ്രദ്ധിക്കണം. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഈ തരത്തിലുള്ള ചിന്തകളുണ്ടാവും. ആ ചിന്തയിലേക്ക് പോവാത്തിടത്തോളം കാലം ഈ അഹങ്കാരം മനുഷ്യനെന്ന ആ സമൂഹത്തെ തന്നെ നശിപ്പിക്കും. കാരണം അഹങ്കാരത്തിനെ തടയാൻ ആർക്കും കഴിയില്ല. കാരണം അത് പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഓങ്കാരമായ പൊരുൾ തന്നെ സാക്ഷിയായി വിളങ്ങി ഈ വസ്തു സ്ഥിതി പ്രത്യക്ഷമായി അനുഭവിച്ചറിയുന്നതിന് സഹായിയായി ഭവിച്ച പരമഗുരുവായി വിളങ്ങുന്ന ഹരി രൂപനായ നാരായണനാണ്. നാരായണൻ നമുക്ക് ഓങ്കാരം
ഓങ്കാരം എന്താണെന്ന്, അത് ഭഗവാനാണെന്നും ഗുരുവാണെന്നും ആ ഗുരു മഹാവിഷ്ണുവാണെന്നുമാണ് നമ്മളെ ആദ്യത്തെ പോയത്തിൽ പഠിപ്പിക്കുന്നത്. എല്ലാ വ്യക്തികളിലും അഹങ്കാര രൂപത്തിൽ നമ്മുടെ ഞാൻ എന്ന് അഹങ്കാരത്തോടെ ഞാനാണ് അത് ചെയ്തത്, എൻ്റെ കഴിവ് കൊണ്ടാണ്. അപ്പം ഞാൻ എന്നുള്ള അഹങ്കാര ഭാവം കേട്ടോ, അത് സദാ സ്ഫുരിക്കുന്ന ബോധാംശം പരമാത്മാവിൻ്റെ തൻ്റെ അംശമാണ്. അപ്പോൾ നമ്മൾ സത്യവും ധർമ്മവും ഇരുട്ടും പകലും ചിരിയും കരച്ചിലും ഇതെല്ലാം ധർമ്മവും അധർമ്മവും ഒക്കെ എല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ ഈ പരബ്രഹ്മത്തിൻ്റെ ആ ആവിർഭാവം. എല്ലാം ചേർന്നാണ് അവിടെ, ഒന്നിനും വ്യത്യസ്തതയില്ല, എല്ലാം ഒന്നാണ് അവിടെ. അപ്പം നമ്മൾ രണ്ടായി മാറിയപ്പോഴാണ് നമുക്ക് ഈ വേർതിരിവുണ്ടായത്. ഒന്നായി നിൽക്കുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള യാതൊരുവിധ വേർതിരിവും അനുഭവപ്പെടില്ല എന്നാണ്. അപ്പം നമ്മുടെ ജീവൻ നമ്മളെന്താ ഇപ്പോൾ പഠിച്ചു വരുന്നു, പ്രകൃതി യോഗമായ പ്രകൃതി സൃഷ്ടിച്ചപ്പോൾ പരമാത്മാവിൻ്റെ യോഗമായിട്ട് മാറി ശക്തി. അപ്പോൾ അവിടെ രണ്ടായി ഒരുമിച്ച് നിന്ന പരബ്രഹ്മസ്വരൂപം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ മായ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് യോഗമായ ശക്തിയെ സൃഷ്ടിക്കായിട്ട് എടുക്കുകയും ചെയ്തു. അപ്പോൾ എന്തായി? രണ്ടായി. ആ രണ്ടിലാണ് നമ്മൾക്ക് ഈ അഹങ്കാരഭാവങ്ങൾ, എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ അടങ്ങിയിരിക്കണം. അത് പ്രകൃതിദത്തമായ സ്വഭാവമാണ്. 3 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തമോ രജോ സാത്വിക ഗുണം, തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. ഈ ഗുണത്തിൽ തമോ ഗുണം അത് ഭയങ്കര അഹങ്കാരം. അതിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു, ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്ന ആ സമയത്തുള്ള ആ വസ്ത്രം അഴിച്ചെടുക്കുന്ന ആ ഒരു ഇത്, ചേട്ടൻ പറയുന്നത് എന്തെന്ന് കേൾക്കുക, ചേട്ടൻ പറയാത്ത താമസം അഴിച്ചെടുക്കുകയാണ് വസ്ത്രം. അതിൽ തിരിച്ചറിവില്ല, എടുത്തുചാട്ടം. ആ എടുത്തുചാട്ടത്തിൻ്റെ പരമമായ അഹങ്കാരത്തിൻ്റെ പരമമായ ഒരു ഉദാഹരണമാണ് ആ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. നമ്മുടെ മഹാഭാരതത്തിലൂടെ കാണിച്ചിരിക്കുന്ന ഉത്തമ ദൃഷ്ടാന്തമാണ്. അപ്പോൾ എല്ലാ വ്യക്തികളിലും അഹങ്കാര രൂപത്തിൽ ഞാൻ എന്നിങ്ങനെ സദാ സ്മരിക്കുന്ന ബോധാംശം പരമാത്മാവിൻ്റെ തന്നെ അംശമാണെന്നും അതിന് എന്ത് വേണമെന്ന് പറയുന്നത് നമുക്ക് ആ ഈശ്വര ചിത്തശുദ്ധിയും ചിത്തത്തിൽ തത്വഗുണങ്ങളും വരാൻ നമുക്ക് ഈശ്വര കാരുണ്യം, ഗുരു കടാക്ഷം ഇല്ലേ, ഇതൊക്കെ വേണമെന്ന് നമ്മൾ ഓരോരോ പദ്യങ്ങളിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാരുണ്യം നേടി പ്രണവോപാസന ശീലിച്ചാൽ ഈ സത്യസ്ഥിതി ആർക്കും മനസ്സിലാവും. നമ്മളെ ഈ അഹങ്കാരം കാണിക്കുന്ന നമ്മൾ ആരെന്ന് നമ്മൾ ഈ തരത്തിൽ ഗുരുകാരുണ്യം നേടി നമ്മൾ നാമസങ്കീർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ എന്താക്കണം? ഭക്തിമാർഗത്തിലേക്ക് വ്യതിചലിപ്പിക്കണം. ആ സമയത്താണ് ഭക്തിയിലേക്ക് മാറുമ്പോൾ മാത്രമേ ഈ അഹങ്കാര സ്വഭാവം അടങ്ങുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പറയുന്നത് ഈ ബോധാംശത്തിൽ തന്നെ ഉള്ളതാണ് ഈ അഹങ്കാരം. ഈ അഹങ്കാരം മനുഷ്യനിലുമുണ്ട്. അത് ആ മനുഷ്യൻ ചെയ്യുന്ന ഗുണങ്ങൾ, മനുഷ്യൻ ചെയ്യുന്ന സ്വഭാവങ്ങൾ എന്താക്കും, ആ മനുഷ്യനെ എന്താക്കുമെന്നാണ് അടുത്ത ഈ പോയത്തിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അഹങ്കാരം. ആ അഹങ്കാരമാണ് ഈ ബോധാംശത്തിലുള്ളത്. അത് നമ്മളിലുണ്ട്. ആ അഹങ്കാരം മനുഷ്യനുണ്ടായാൽ, അഹങ്കാരത്തിൻ്റെ അളവ് കൂടിയാൽ അത് എന്താവും? നമ്മുടെ മോക്ഷത്തെ തടയുന്നു. മോക്ഷത്തിൽ ഒരു മനുഷ്യ ജന്മത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഈ ജന്മം നമുക്ക് സഫലമാക്കണം, അതായത് മുക്തിയിലേക്ക് കൊടുക്കണം, അല്ലെങ്കിൽ മോക്ഷമാർഗത്തിലേക്ക് പോകണം. ഇന്ന് ജനന സംസാര ചക്രത്തിൽ കിടന്ന് കറങ്ങി വീണ്ടും 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 ജനിച്ച് ദുരിതങ്ങളും കർമ്മങ്ങളും വന്ന് പേറി വരാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ജന്മത്തെ ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ പരബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ജീവൻ്റെയും ഉദ്ദേശം ഇവിടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആ ജീവനെ അഹങ്കാരം വന്നാൽ എങ്ങനെ, ആ അഹങ്കാരം കൊണ്ട് എന്ത് സംഭവിക്കുമെന്നാണ്, അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്നുകൂടെയാണ് ഈ പോയത്തിൽ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അഖണ്ഡ ബോധവസ്തുവിൽ നിന്നും അഹങ്കാരം ഉദയം ചെയ്യുന്നത് എങ്ങനെയെന്ന് 1-ാം പദ്യത്തിൽ ഇപ്പം പറഞ്ഞ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞ് അത് ആങ്കാരമായി അനുഭവിച്ചത് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും വേണ്ടി. അപ്പോൾ അവിടെ ആ ആങ്കാരത്തിൻ്റെ പ്രഭാവം വളരെയധികം അത് പ്രഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സൃഷ്ടിയിൽ നമ്മുടെ ഈ അഹങ്കാരം കൂടി ഉണ്ട് ഇല്ലേ? പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം നമ്മൾ തന്നെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പ്രകൃതി നമ്മളാണ് ഇല്ലേ? പ്രകൃതി താനാണെന്ന് നമ്മൾ ഇപ്പോഴത്തെ 44ാമത്തെ പോയം മുതൽ നമ്മൾ പഠിക്കുകയാണ്. പഠിച്ച് വന്നപ്പോൾ പ്രകൃതിയുടെ ഗുണങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്ന ഭഗവാന്റെ യോഗമായ ശക്തിയാണ്. അത് ആങ്കാരം നിറഞ്ഞതാണ്. അത് പരബ്രഹ്മം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതാണ്. ആ ആങ്കാരം നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ വന്നാൽ എങ്ങനെയാണ് അത് നമ്മുടെ ജീവന്റെ മോക്ഷത്തെ തടയുന്നത് എങ്ങനെയാണെന്നാണ് ഈ പോയത്തിലൂടെ ഇപ്പതാ പറയാൻ പോകുന്നത്. അഖണ്ഡബോധവസ്തുവിൽ നിന്ന് അഹങ്കാരം ഉദയം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് 1-ാം പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ കണ്ടു. അന്തർമുഖമായി തൻ്റെ ഉൽപ്പത്തി സ്ഥാനം തിരഞ്ഞാൽ ഈ അഹങ്കാരത്തിൽ താൻ തന്നെ സത്യമെന്ന് ബോധിക്കാൻ കഴിയും. അതായത് നമ്മുടെ മനസ്സിലിപ്പോൾ പറഞ്ഞില്ലേ, പ്രാർത്ഥനകളും നാമസങ്കീർത്തനങ്ങളും ഈശ്വരോന്മുഖമായ പ്രവൃത്തികളുമായി താനെ അറിയാൻ ശ്രമിക്കണം. ഞാൻ എന്നുള്ള ഭാവത്തിൽ നിൽക്കാതെ ഞാൻ ആരാണെന്നറിയാനുള്ള ശ്രമം വേണം നമുക്ക്. അങ്ങനെ നമ്മുടെ ഉൽപ്പത്തി നമുക്ക് കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ
നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു? അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ തലവിധിയാണ്. അപ്പം തലവിധിയെ നമ്മൾ കർമ്മമാക്കി പറയുന്നു. ആ കർമ്മം എങ്ങനെ സംഭവിച്ചു? ആ കർമ്മം നമ്മൾ മുജ്ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ പല തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ നേടിക്കൊണ്ട് വന്നത്. അതിൻ്റെ ഫലമായാണ് നമ്മളിത് അനുഭവിക്കുന്നത്. ആ കർമ്മങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ ചിത്തത്തെ ശുദ്ധീകരിച്ച് ഏകീകരിച്ച് നമ്മൾ എന്താക്കണം? ഭഗവത് സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊടുക്കുകയും അതിനുവേണ്ടി ആ തരത്തിലുള്ള നമ്മുടെ ജീവിത മാർഗത്തെ ആ ലെവലിലോട്ട് ആക്കി വന്നാൽ മാത്രമേ നമുക്ക് എന്താവുകയുള്ളൂ? നമ്മുടെ ഈ ജന്മത്തിന് മോക്ഷം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങൾ അനുഭവിച്ച് നമ്മളെന്തായും ദുരിതങ്ങൾ അനുഭവിച്ച് അവസാനം നമുക്ക് ശരീരം താഴെ വീഴുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ നമ്മുടെ ആത്മാവ് വല്ലാതെ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് ഈ പോയത്തിലൂടെ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ അഹങ്കാരത്തിൽ താൻ തന്നെ സത്യമെന്ന് ബോധിക്കാൻ കഴിയും. അപ്പോൾ അതേപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പരബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ്. ആ പരബ്രഹ്മം തന്നെയാണ് നമ്മളെന്നും ആ പ്രകൃതിയിലെ ഗുണങ്ങളാൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതും പ്രകൃതി ഗുണങ്ങളെല്ലാം നമ്മളിലുള്ളപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഭഗവാന്റെ അംശം തന്നെയാണ്. നമ്മൾ അതിനെ എന്താക്കണം? നമ്മൾ ഈ പ്രകൃതി പരബ്രഹ്മത്തിൽ ലയിക്കുന്നത് പോലെ ലയിക്കുന്നത് പോലെ നമ്മുടെ ഈ ജീവാംശങ്ങളെല്ലാം എന്താണ്? ജീവനുകളെല്ലാം എല്ലാ ജീവനും അവസാനം പരബ്രഹ്മത്തിൽ ലയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സംസാര ചക്രത്തിൽ കിടന്ന് ഉഴലാതെ നമ്മുടെ ജീവൻ നമുക്ക് മോക്ഷത്തിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് ബഹിർമുഖമായി ലോകസുഖങ്ങളിൽ ഇടപെട്ടാൽ, അതായത് പ്രകൃതി ഗുണങ്ങളായി മറ്റ് പിടി, വാശി, മത്സരം, എനിക്ക്, നിനക്ക്, എൻ്റേത്, നിൻ്റേത് മറ്റൊരാൾക്കും കൊടുക്കാൻ പാടില്ല, ഞാൻ മാത്രമാണ് എല്ലാത്തിലും മികച്ച, ഞാനാണ് കേമൻ എന്നൊക്കെ ഉള്ള ഒരു ഭാവം, അല്ലെങ്കിൽ ഈ പ്രകൃതി ഗുണങ്ങളെല്ലാം അത് കണ്ടിട്ട് ഇതൊക്കെ സത്യമാണെന്ന് ധരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം. നമുക്ക് ഈ തരത്തിൽ അഹങ്കാര ബുദ്ധി ആകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിൻ്റെ മുന്നോട്ടോ പിമ്പോട്ടോ ചിന്തിക്കില്ല. അപ്പം ചെയ്യുന്ന എന്താണ് ആ തലയ്ക്കകത്ത് തോന്നും. ബുദ്ധിമാന്ദ്യം നാശം ഉണ്ടാവുമെന്നാണ് പറയുന്ന അഹങ്കാരം കൂടിയാൽ. അതോ മത്സര്യം കൊണ്ട് അഹങ്കാരം കൂടി നമുക്ക് എന്തുണ്ടാവും? ബുദ്ധിശൂന്യതയുണ്ട്. അപ്പം നമ്മുടെ അധപ്പതിക്കും, നമ്മൾ എത്രയും പെട്ടെന്ന് അധപ്പതിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മളെന്ത് ചെയ്യും? സുഖഭോഗങ്ങൾ ഭ്രമിക്കും. പ്രകൃതി കടന്ന് സുഖഭോഗങ്ങൾ നമ്മൾ ഭ്രമിക്കുകയും അതിൻ്റെ പേരിൽ അഹങ്കാരം പെരുകി നമ്മളെന്ത് ചെയ്യും? മോക്ഷത്തെ മറച്ച് ദുഃഖത്തിന് കാരണമായി പതിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഈ തരത്തിൽ ചിന്തകളിലേ പോകും. നമ്മൾ പുറകോട്ട് നമ്മൾ ആരെന്ന് ചിന്തിക്കുകയോ ഒരു ആത്മീയ ജ്ഞാനം ഉണ്ടാവുകയോ ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുകയോ നമ്മൾ ആരെന്ന് അറിയാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി എന്തിനെങ്കിലും വഴി ഉണ്ടോ ചിന്തിക്കുകയോ പോലും നമ്മൾ ചെയ്യാതെ നമ്മൾ എന്താ ഈ കാണുന്ന ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ, പ്രകൃതി വെച്ചാൽ രജോ ഗുണം, തമോ ഗുണം, സാത്വിക ഗുണം, ഈ 3 ഗുണങ്ങളിലെ ഏറ്റക്കുറച്ചിലോടുകൂടിയാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ചിലർക്ക് തമോ ഗുണം കൂടുതലായിരിക്കും, ചിലർക്ക് രജോ ഗുണം കൂടുതലായിരിക്കും, ചിലർക്ക് സാത്വിക ഗുണം കൂടുതലായിരിക്കും. എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. അപ്പം നമ്മൾ എന്താണ് രജോ ഗുണം തമോ ഗുണം ഉള്ളവർ സാത്വിക ഗുണത്തിലേക്ക് വരാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഇവിടെ പല തരത്തിലെ വഴികൾ ഇവിടെ ഉണ്ട്. അതാണ് നമ്മുടെ ആചാര്യന്മാർ വേദപുസ്തകങ്ങളെ, ഗ്രന്ഥങ്ങളെ അവരെഴുതി അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ പുസ്തകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ആത്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കണം. വായിച്ചാൽ മാത്രമേ താൻ എന്തെന്നും തൻ്റെ അഹങ്കാരം എന്തെന്നും ശാന്തി എന്തെന്നും എന്തിലാണ് ശാന്തിയിലാണ് എന്ത് സുഖ അനുഭവം ഉണ്ടാകുന്നതെന്ന്, എന്താണ് സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം തരുന്നതെന്നൊക്കെയുള്ള വഴികൾ നമുക്ക് അതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അഹങ്കാരം പെരുകി മോക്ഷത്തെ മറച്ച് ദുഃഖത്തിന് കാരണമായി ഭവിക്കും. ഈ ദേഹാഭിമാനം വർദ്ധിക്കുന്നതോടെ അജ്ഞത നിമിത്തം തന്നേക്കാൾ കേമനായി മറ്റാരുമില്ലെന്ന് തോന്നലുണ്ട്. ഈ ദേഹാഭിമാനം തനിക്ക് അതുണ്ട്, തനിക്കിതുണ്ട്, സുന്ദരനാണ്, പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എൻ്റെ മക്കൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, എൻ്റെ വീട് പണവും കുടുംബവും എല്ലാ ആസ്തിയൊക്കെ ഉള്ളവരാണ്, ഇനി നമ്മളെ വിട്ട് നമ്മളെ കഴിഞ്ഞ് വേറെ ആരും ഇല്ല എന്നുള്ള, പിന്നെ അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നതിലും ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും മക്കൾക്ക് തോൽവിയോ അല്ലെങ്കിൽ വസ്തു നഷ്ടം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഭയങ്കര അഭിമാനമാണ്. ചിലർ അസുഖം വന്നാൽ പുറത്ത് പോലും പറയില്ല. എന്താണ്? അഭിമാനം. മനസ്സിലായില്ലേ? അഭിമാനം നഷ്ടപ്പോവും. രോഗം എന്ന് പറഞ്ഞാൽ അഭിമാനം പോയി തീർന്നു. മക്കളത് പഠിത്തത്തിൽ മോശമാണ്, മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയില്ല. ആരെങ്കിലും പറഞ്ഞ് നന്നാക്കി എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അതുപോലും ഈ അഹങ്കാരം വെച്ചിട്ട് എനിക്കൊന്നും കുറവ് വരാൻ പാടില്ല, എൻ്റെ എല്ലാം നല്ല ഒരു ഉയർച്ചയിലാണ്, അതെല്ലാം ഞാൻ നേടിയെടുത്തതാണ്, അഥവാ നഷ്ടം വന്നാൽ പോലും ഇത് ആരും അറിയരുത്. ആ നഷ്ടം വന്നതിന് വേറെ ആരോടെങ്കിലും പ്രതികാരം ചെയ്യണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ ആ കുഴപ്പത്തിലാക്കണം, എന്നാലേ എനിക്ക് സമാധാനം കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ അഹങ്കാരം കൊണ്ട് ചെല്ലുന്ന വഴികൾ. ദേഹാഭിമാനം വർദ്ധിക്കുന്ന അജ്ഞത വരും. അപ്പോൾ ഈ ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഈ ദേഹമാണ് ഇതെല്ലാം, എൻ്റെ കഴിവാണ്, ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് സമ്പാദിക്കുന്നു, ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഞാൻ നേടുന്നു, ഞാനാണ് ഇതെല്ലാം നേടിയെടുക്കുന്നത്, എൻ്റെ ശരീരത്തിന് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള അഹങ്കാര ഭാവം
എനിക്കെല്ലാം സാധിക്കും എന്നുള്ള മിഥ്യാബോധം, അത് അജ്ഞത. അതിനെയാണ് അജ്ഞത എന്നിവിടെ പറയുന്നത്. അപ്പോൾ എന്താവും, അങ്ങനെ വരുമ്പോൾ മതവും മാത്സര്യവും ശക്തിയും ഒക്കെ കൂടി ശരീരത്തിൻ്റെ ശക്തിയാണ് ശക്തിയായിട്ട് വെച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മശക്തിയാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ഇല്ലേ. എന്തെല്ലാം ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരശക്തികളും ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തുണ്ടാവും, നമ്മൾക്ക് അവിടെ വിജയങ്ങളുണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ അവിടെ ശാരീരിക ബലം അല്ല. അതൊക്കെ അറിയണമെങ്കിൽ എന്താണ്, നമ്മളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. നമ്മൾ ഏത് തലത്തിലാണ് നമ്മുടെ ശക്തി ഉണ്ടായിരിക്കുന്നത്, നമുക്ക് ഏത് തരത്തിലാണ് ബുദ്ധി ഉണ്ടായിരിക്കുന്നത്, ഏത് തരത്തിലാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇതിനുള്ള ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് ചിന്തിച്ച് നോക്കണം. അല്ലാതെ നമ്മൾ കേമത്വം കാണിക്കാനും ഡംഭം കാണിക്കാനും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ മനുഷ്യജന്മം നശിക്കുന്നത്. വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും. ഒരിക്കലും കർമ്മത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ഓരോ പാപങ്ങളും ദോഷങ്ങളും സ്വന്തം അഹങ്കാരത്തിനും സ്വന്തം ദേഹാഭിമാനത്തിനും മേൽക്കോമേക്കോ വേണ്ടി ഓരോരോ ദ്രോഹങ്ങൾ ചെയ്യില്ലേ. ഈ ദ്രോഹങ്ങളൊക്കെ എന്തായി കർമ്മങ്ങളായി വീണ്ടും വീണ്ടും വരികയും വീണ്ടും വീണ്ടും ജനിക്കുകയും വീണ്ടും വീണ്ടും സംസാര സാഗരത്തിൽ കിടന്ന് ഒരിക്കലും വഴി തെളിയുന്നില്ല. എങ്ങോട്ടാണ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. തിരിഞ്ഞൊരു നോട്ടം വിവേകത്തോടു കൂടി, അതായത് അറിവ് തിരിച്ചറിവ് രണ്ടും വേണം. അറിവ് വേറെ തിരിച്ചറിവ് വേറെ. അപ്പോൾ ആ രീതിയിൽ തിരിച്ചറിവ് വേണം. നമ്മൾ എന്താണെന്ന് ഒരു കാര്യം കിട്ടുമ്പോൾ അതിനെ മനസ്സിലാക്കി അതിൻ്റെ പിന്നിലോ മുമ്പിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടെ ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. അതിനാണ് നമുക്ക് സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ തലത്തിലേക്ക്. ഇപ്പോൾ ഓരോ മനുഷ്യജന്മത്തിനും നമ്മൾ സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യജന്മമായിട്ട് വരുന്നതെന്ന് തന്നെ പറയുന്നത്. ഒരു മനുഷ്യജന്മം കിട്ടണം അത്രയും ബുദ്ധിമുട്ടാണ്. എത്രയോ യോനികൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യജന്മം വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ബോധവും ബുദ്ധിയും കൊടുത്ത് സൃഷ്ടിച്ചതാരെയാണ്, മനുഷ്യനാണ്. പക്ഷെ അപ്പോൾ അവർ ആ ബോധവും ബുദ്ധിയും ഉള്ളിലെ ബോധവും ബുദ്ധിയും ശ്രദ്ധിക്കാതെ അവർ പുറമേ കാണുന്ന മായയിൽപ്പെട്ട് ഉഴറി വേണ്ടാത്ത കർമ്മങ്ങളും ചെയ്ത് അഹങ്കാരം വർദ്ധിച്ച് മതവും മാത്സര്യവും വർദ്ധിച്ചിട്ട് എന്താവും, എന്തായി മാറും, സത്യം എന്തെന്ന് അവരറിയാൻ ശ്രമിക്കുകയില്ല. ഈ ലോകത്ത് കിടന്ന് ഉഴന്ന് നടന്ന് വിലപ്പെട്ട മനുഷ്യജന്മത്തെ എന്ത് ചെയ്യും, വ്യർത്ഥമാക്കി തീർക്കും. എന്താണ്, വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ ഈ ജന്മത്തിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് മുന്നോട്ടൊരു ഇതുണ്ടാവും. മുമ്പോട്ട് നമ്മുടെ ജന്മത്തിന് മോക്ഷം കിട്ടാനുള്ള ഒരു ചാൻസുകൾ ഉണ്ടായി വരും ഇല്ലേ. ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ ഈശ്വരനെ മനസ്സിലാക്കാനും സ്നേഹത്തോടെ പെരുമാറാനും ആ രീതിയിൽ പോകാനും ഒക്കെ ചെയ്ത് പോകുന്ന മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടും. അതിന് യാതൊരു സംശയം. മോക്ഷം ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത് നമുക്ക് ബോധവും ബുദ്ധിയോടുകൂടി തന്നിരിക്കുന്നത് നമ്മൾ ആരെന്നറിയാനും നമ്മുടെ ജന്മത്തെ നമ്മൾ ഈശ്വരനിലേക്ക് ചേർക്കാൻ, നമ്മുടെ ജീവനെ മുക്തിയിലേക്ക് എത്തിക്കാനും വേണ്ടി മാത്രമാണ് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നതെന്ന് നമ്മൾ ഈ വേദപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അല്ലാതെ അതിനിടയ്ക്ക് നമ്മുടെ മനസ്സ് മായയിലേക്ക് പോകുമ്പോഴാണ്, കണ്ണി കാണുന്നതിൻ്റെയൊക്കെ പുറകെ പോകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ദുഃഖങ്ങളും ദുരാപത്തുകളും. കുട്ടിക്കാലം മുതലേ കുഞ്ഞുനാൾ മുതൽ പല ഉപാസനയും നമ്മളിവിടെ പറയുന്നു. കുഞ്ഞുനാൾ മുതൽ നമ്മൾ ഈ തരത്തിലുള്ള ചിന്തകൾ വരാൻ വേണ്ടി ഓരോ കുടുംബത്തിലും കുട്ടികളെ എന്താക്കണം, കുട്ടികളിലാണ് ഈശ്വരവാസനയും ഈശ്വരാധീനവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. അതിന് അമ്പലങ്ങളിൽ കൊണ്ടുപോകാൻ, വീടുകളിൽ കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊച്ചു വീട്ടിലിരിക്കുന്ന രാമായണവും മഹാഭാരതവും ഒക്കെ ആർക്കും കാണാനില്ല. സാധാരണ ഏത് സനാതന ഹിന്ദുക്കളുടെ ഏത് ഹിന്ദു വീടുകളിലും ഒരു രാമായണം എന്നുള്ള സംഭവം കാണും, ഭഗവത്ഗീത എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് കാണും. ഇതെന്തിനാണ്? അടിസ്ഥാനപരമായി കുഞ്ഞുങ്ങളിൽ നമ്മൾ ആരെന്നറിയാനുള്ള ഒരു ഗ്രന്ഥമാണ് എല്ലാ വീടുകളിലും ഇരിക്കുന്നത്. അത് ആദ്യം അച്ഛനും അമ്മയും എടുത്ത് നോക്കണം. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് അതിലെ കഥകൾ രസകരമായി മനസ്സിലാക്കി അതിനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈശ്വരാധീനത്തോടു കൂടി, അതായത് അഹങ്കാരം, തൻ്റെ കഴിവിൻ്റെ കേമത്വത്തിൽ എല്ലാം ഈശ്വരൻ്റെ ഒരു കൃപയും കടാക്ഷവും കൊണ്ടാണ് മക്കളെ നമുക്കിതൊക്കെ സാധിക്കുന്നത്. ഈശ്വരനാണ് നമ്മളിൽ ഇരിക്കുന്നത്, നമ്മുടെ ഈ പ്രാണൻ ഈശ്വരനാണെന്ന് എന്നെ കുഞ്ഞിലെ പറഞ്ഞു കൊടുക്കണം. ആ ഈശ്വരന് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യണം. മോശത്തരമായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളോട് അടിവഴക്കിന് പോകരുത്, വലിയവരോട് വർത്തമാനം പറഞ്ഞ് ബഹളത്തിന് പോകരുത്, ശാഠ്യം പിടിക്കരുത്. എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഥയിലൂടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ രൂപത്തിൽ എത്തുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു പരിധി കഴിയുമ്പോൾ ഈ ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാൻ. കുഞ്ഞുനാളിലേ നമ്മൾ എന്ത് കൊടുക്കണം? ഇങ്ക് കൊടുക്കുന്നത് പോലെ കുട്ടികൾക്ക് ഈ ആധ്യാത്മികത, അത് നമ്മൾ പറയുമ്പോൾ ആധ്യാത്മികതയാണെങ്കിൽ ആത്മജ്ഞാനമാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായ ഒരു രീതിയുണ്ട്. ഒരു മുട്ടായി കൊടുക്കുന്നത് പോലെ, മുട്ടായിയിൽ എങ്ങനെ മധുരം നുണയും, മുട്ടായിയിലെ മധുരം എങ്ങനെ അവർ നുണഞ്ഞിട്ട് ആ മുട്ടായിക്ക് കരയുന്നു എന്ന് പറയും പോലെ ഈ പുസ്തകങ്ങളിലെ ചെറിയ ചെറിയ കഥകളൊക്കെ അവർക്ക് കുഞ്ഞിലെ കൊടുത്തു വന്നാൽ മാത്രമേ ഈ മനസ്സെന്ന് പറഞ്ഞത് അടങ്ങി വളരുള്ളൂ. ഇല്ലെങ്കിൽ എന്തും നേടണം. കുഞ്ഞിലെ പിടിവാശി കാണിക്കുന്ന കുട്ടി വലുതാകുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ വെച്ചവൻ കളിക്കും അച്ഛനും അമ്മയുടെ മുമ്പിൽ. ഇത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഞാൻ കൈ അറുക്കും, എത്രയോ ഇടത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാടും. ഇങ്ങനെ മനുഷ്യനെ ഭീതിപ്പെടുത്തിയാണ്
കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ ഭീതിക്ക് കാരണം പേരൻസ് തന്നെയാണ്. അവർ തന്നെ എന്ത് ചെയ്യണം, കുഞ്ഞുനാൾ മുതൽ കുട്ടികളിൽ നല്ല നല്ല കാര്യങ്ങൾ, ഇൻട്രസ്റ്റുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. വെള്ളച്ചാട്ടമാവട്ടെ, അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രകൃതിയിൽ തന്നെ പല കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടൂറിന് പിള്ളേരെ വിടുന്നതിന് പകരം അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവിടെ എന്തെങ്കിലും വിശേഷത ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒരു മാസത്തിലോ ഒരാഴ്ചയിലോ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം. സിനിമ കാണാൻ പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്പലങ്ങളിൽ കൊണ്ടുപോകാം, വിശേഷ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം, പ്രത്യേകതയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ പ്രത്യേകത എന്തെന്ന് കുഞ്ഞിലെ കഥ രൂപത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താ അഹങ്കാരം കുറഞ്ഞ് സമാധാനപരമായ ചിന്തയോടുകൂടി മനസ്സ് തുറക്കും. നല്ല രീതിയിലുള്ള ബുദ്ധിക്ക് വികാസം ഉണ്ടാവും. ആ ബുദ്ധി വികസിക്കുന്ന ബുദ്ധി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിഷാഢ്യ സ്വഭാവങ്ങളിലൂടെ കുട്ടികൾ നേടിയെടുത്തേക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആ ബുദ്ധി അവരെന്ത് അവഗണിച്ചിട്ട് അവർക്ക് തോന്നുന്നതേ അവർ ചെയ്യും. അപ്പോൾ ആ തരത്തിലാവാതെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ എന്താക്കിയെടുക്കേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികളെ അവർക്ക് പഴയ ഇങ്ങനെ ഒരു കാലങ്ങളുണ്ടായിരുന്നു. നമ്മുടെ കാലങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയായിരുന്നു അച്ഛനും അമ്മയോട് ഇങ്ങനെയാണ് കുട്ടികൾ പെരുമാറിക്കുന്നത്, അച്ഛനും അമ്മയും ഇത്രയും സ്നേഹമൊക്കെ കാണിച്ചിട്ടില്ല, മനസ്സിൽ വെച്ചിട്ട് നല്ല സ്നേഹിച്ചൊക്കെ വളർത്തിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വളർന്നതും ഈ രൂപത്തിലൊക്കെ ആയതും, അതുപോലെ വളരുന്നതല്ലേ ഭംഗി എന്നൊക്കെ കുഞ്ഞുനാളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് വീട്ടിലുള്ളവരത് ചെയ്ത് കാണിക്കുമ്പോഴാണ്, വീട്ടിലുള്ളവർ അമ്മയെ സ്നേഹിച്ചാലേ അച്ഛനും അമ്മയും അമ്മയുടെ അമ്മയും അച്ഛനെ സ്നേഹിച്ചാൽ മാത്രമേ ഈ കുട്ടികൾ അച്ഛനെയും അമ്മയെ സ്നേഹിക്കത്തുള്ളൂ. കാരണം എല്ലാം പൈതൃകങ്ങളാണ്. കണ്ടു തന്നെയാണ് എല്ലാം പഠിച്ചിട്ടുള്ളത്, കേട്ട് തന്നെയാണ് ആദ്യം കൂടുതലെല്ലാം പഠിച്ചത്. അല്ല അറിഞ്ഞ് നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം കേൾക്കുന്നത് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമാണ് ഓരോരോ കാര്യങ്ങൾ. നമ്മൾ പ്രകൃതിയെ കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ലേ? പ്രകൃതി നമ്മളൊന്ന് പഠിപ്പിക്കില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് കാണുകയാണ് ഓരോ കാര്യങ്ങൾ, കാണുന്നു, അതെന്തൊന്ന് ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിയിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പം പിന്നെ ആണെങ്കിൽ ഗൂഗിളുണ്ട്, തിരഞ്ഞെടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പിടിക്കണം, കുട്ടികളെ അത് ചേർക്കണം, നെഞ്ചോട് ചേർക്കണം. കുട്ടികൾക്ക് സ്നേഹം കൊടുത്ത് വഷളാക്കാതെ കുട്ടികളെ നമ്മൾ കഥകളിലൂടെയും ചരിത്രപരമായ കാര്യങ്ങളിലൂടെയൊക്കെ ചെറിയ ചെറിയ ഇൻട്രസ്റ്റ് കോമഡിയൊക്കെ ചേർത്ത് പറഞ്ഞു വേണം കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കുക. അല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അവർക്ക് ചെറിയ കോമഡികളൊക്കെ കൊടുക്കണം. കോമഡിയിൽ പറഞ്ഞ് ചിരിച്ച് അതിലെന്തെങ്കിലും ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടാക്കി ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കുമ്പം അതെപ്പോഴും അവരെ മനസ്സിൽ ഓർമ്മിച്ചിരിക്കും. നമ്മൾ ക്ലാസ്സുകളിൽ സ്കൂളിൽ കണ്ടിട്ടില്ലേ, ടീച്ചർമാർ എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കുന്നവരാണ്, ആരെങ്കിലും മോശമായിട്ടോ ഇല്ല, എല്ലാവരും എല്ലാത്തിനും നല്ല കേമത്വം നേടിയിട്ട് വന്നിരിക്കുന്നവരാണ്. പക്ഷേ ചില ടീച്ചേഴ്സിന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താണ് അവരുടെ ട്രിക്കാണ്, കുട്ടികളെ പിടിക്കാനുള്ള ട്രിക്ക്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേമത്വമൊക്കെ ഉണ്ടിരുന്നോട്ടെ, നമ്മളെല്ലാം ഒന്നിനും ഒരു കുറവുള്ളൂ. പക്ഷെ നമ്മൾ ഇച്ചിരി ഒന്ന് താഴാൻ പഠിക്കണം. അങ്ങനെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ടീച്ചർ എന്നുള്ള നിലയൊന്ന് വിടണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ടൈമിലല്ല, സീരിയസ് ആവുന്ന സമയത്ത് സീരിയസ് ആവണം. കുറച്ച് നമ്മൾ അവരൊക്കൊപ്പം ഒരു ലെവലിൽ എത്തിക്കഴിയുകയാണെങ്കിൽ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ആ രൂപത്തിൽ അവരെ ഓരോരുത്തരെ ഏത് തലത്തിൽ നിർത്തി ഏത് തലത്തിൽ പറഞ്ഞു കൊണ്ടുപോകണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ ടീച്ചറും കുട്ടിയും മാത്രം ആവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുട്ടികളെ ശരിയാക്കാൻ പറ്റില്ല. ടീച്ചർ പഠിപ്പിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ടീച്ചർ കുട്ടിയെ അറിയണം, അപ്പോൾ ഫ്രണ്ട് ആവണം. ടീച്ചറും കുട്ടികളും ഫ്രണ്ടാവണം. ഫ്രണ്ടായാൽ മാത്രമേ ഒരു ടീച്ചറിന് വിജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ആർക്കും വിജയിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയും, അവരുടെ സംശയങ്ങൾ നമ്മളോട് പറയും. നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് അവർ. ചിലപ്പോൾ അവരുടെ ആ ബുദ്ധി നമ്മളോട് പറയാൻ അവർക്ക് മടിയായിരിക്കും. ടീച്ചർ അതങ്ങനെ എടുക്കും എന്നുള്ള ഒരു തരം ചിന്ത അവർക്കുണ്ടാകും. അത്രയ്ക്ക് നല്ലതാണ് കുട്ടികളെന്ന് പറഞ്ഞത്. പക്ഷേ കുട്ടികളുടെ ആ വരുന്ന വഴിയും അവരെ കൊണ്ടുപോകുന്ന വഴിയൊക്കെയാണ് അവർ വഴിമാറി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ വീട്ടിൽ തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമായ വിദ്യാഭ്യാസം തുടങ്ങുന്ന വീട്ടിലാണ്. പിന്നെയാണ് വീട്ടിൽ നമ്മുടെ കുടുംബത്തുള്ളവരുടെ നമ്മളെങ്ങനെ പെരുമാറുന്നു, സഹോദരങ്ങളടുത്ത് എങ്ങനെ പെരുമാറുന്നു, വീട്ടിൽ നമ്മുടെ കുടുംബത്തുള്ളവരുടെ നമ്മളെങ്ങനെ പെരുമാറുന്നു, സഹോദരങ്ങളടുത്ത് എങ്ങനെ പെരുമാറുന്നു, കൂട്ടുകാരടുത്ത് എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ കുട്ടികൾ കാണും. നമ്മുടെ വീട്ടിലൊരു കൂട്ടുകാർ വന്നു, അപ്പം നമ്മൾ എങ്ങനെയാണ് അച്ഛനും അവരോട് സ്നേഹിക്കുന്നത് ഈ കുട്ടികൾ കാണും. അങ്ങനെ അവരെ ഫ്രണ്ട്ഷിപ്പ് അവർ നല്ലതാക്കും, നല്ല ഫ്രണ്ട്ഷിപ്പിനെ അവർ കയ്യിലെടുക്കും. ഇങ്ങനെയൊക്കെ എല്ലാ അച്ഛൻ്റെ അമ്മമാരിൽ നിന്നും ഇപ്പോൾ സമൂഹത്തിൽ നിന്നൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത് കൂടാതെ വീട്ടിലൊരു ദർശനം ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് ഒരു ചിട്ട ഉണ്ടാക്കരുത്. അങ്ങനെ നമ്മൾക്ക് എല്ലാ കാര്യവും നേടുന്നെങ്കിൽ നമുക്കൊരു ചിട്ട വേണം. സ്കൂളിൽ എന്താണ് രാവിലെ പ്രയർ അല്ലേ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളെ ഇത് കൊണ്ട് പോകുന്നില്ലേ, രാവിലെ എന്തോന്ന് എക്സസൈസൊക്കെ ചെയ്യിക്കും. നമ്മളെ മറന്നുപോയി കേട്ടോ, പെട്ടെന്നങ്ങ് മറന്നുപോയി, വയസ്സായോണ്ടായിരിക്കും. പ്രയർ കഴിയുന്നു, പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നു സ്കൂളിൽ, പിന്നെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവിടെ അതിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്.
എല്ലാവരും യൂണിഫോം നേരെ ഇട്ടിട്ടുണ്ടോ, എല്ലാവരുടെയും ഷൂ ഉണ്ടോ, എല്ലാവരും വൃത്തിയായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ശ്രദ്ധിക്കത്തില്ലേ ടീച്ചേഴ്സ്. അതൊക്കെ നോക്കിയിട്ടാണ് ആ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിറ്റി ഉണ്ട് ഇല്ലേ, എല്ലാവർക്കും ഒരേപോലെ യൂണിഫോം ധരിച്ച് ഒരുപോലെ വരുന്ന, ഒരേ മനസ്സോട് കൂടി വരുന്ന കുട്ടികളാണ്. ആ ഐക്യതയാണ് ഈ ഐക്യതയാണ് കുട്ടികൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഐക്യത ഉണ്ടെങ്കിൽ അവർ ഏത് സ്ഥലത്തും ഏത് ഭാഷയിലും ഏത് വേഷത്തിലും അവർ ജീവിച്ചു പോകാൻ പഠിക്കും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളിൽ പറയുന്നത് ഈ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വലിയതായിട്ടൊരു തസ്തികയായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാതെ കുഞ്ഞുങ്ങളിലെ ഈശ്വര ഭക്തി ഉണ്ടാക്കിയെടുക്കുക. അത് നമ്മുടെ വളരെ ഉത്തരവാദിത്വമാണ്. അവരെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവരെ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ സംസ്കാരം ഉണ്ടല്ലോ, നമ്മുടെ ഹൈന്ദവ സംസ്കാരം. ഇപ്പം മതവും ജാതിയും ഒന്നും പറയുന്നില്ല, അപ്പോൾ ഓരോരുത്തർക്കും ഓരോതായ ഒരു സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു രീതി അടിച്ചേൽപ്പിക്കണ്ട, കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കുക. ഒരു കാര്യവും ഈ തലമുറ അടിച്ചേൽപ്പിക്കരുത്. അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചു, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. കണ്ടും കേട്ടും ഒക്കെ കുറേശ്ശൊക്കെ പഠിപ്പിക്കുക. പഴയ കാലങ്ങൾ നമ്മൾ അവർക്ക് ഇങ്ങനെ രസകരമായി ഞങ്ങൾക്കും കുറച്ച് കാലങ്ങളുണ്ടാകും, നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അവർക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം അവരെ കയ്യിലെടുക്കാൻ. അങ്ങനെ ആ രീതിയിലേക്ക് അവരെ മനസ്സ് നമ്മളെ മനസ്സ് ഒരുപോലെ ഇരിക്കണം. അവരൊന്നും ഒളിച്ചു വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത്. അങ്ങനെ ഒരു ബന്ധമാണ്, റിലേഷനാണ് അമ്മയ്ക്കും മക്കൾക്കും തമ്മിൽ വരാം. അമ്മ എപ്പോഴും ഫ്രണ്ടായിരിക്കണം വീട്ടിലെ കുട്ടികളെടുത്ത്, തമാശ പറയാനും ചിരിക്കാനും. അതായത് ഭയങ്കര ജോലി തിരക്ക്, വലിയ ജോലി പദവിയിലിരിക്കുന്നത്, അതൊക്കെ ജോലിയുടെ ഭാഗം. അമ്മയും കുട്ടികളെന്നുള്ള ബന്ധം വീട്ടിൽ അത്രയും ഒരു പവിത്രതയായിരിക്കണം. അച്ഛനും മക്കളും, അമ്മയും അച്ഛനും അച്ഛമ്മമാരും അമ്മമ്മമാരും, ഇങ്ങനെയൊക്കെയുള്ള ആ ബന്ധങ്ങളൊക്കെ റിലേഷൻസ് എപ്പോഴും നമുക്ക് വളരെ ഗുണം ചെയ്യും. അത് നമ്മളെ ഒരു നല്ല തീരുമാനങ്ങളിലേക്ക്, നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളിലാണ് നമ്മൾ ഈ അഹങ്കാരം ഈ കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുള്ള. തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികൾ സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കണം. ഒരു എക്സിബിഷൻ വെച്ചിട്ട് ആ കുട്ടിയുടെ വീടാണ് അത് എക്സിബിഷൻ വെച്ചത്. അതിൽ ഏതോ ഒരെണ്ണം അതിൻ്റെ മുട്ടുസൂചി എന്തോ വേറൊരു കുട്ടി ഇളക്കി കളഞ്ഞു. ഇത് ഉടനെ ചാടുകയാണ്. ഞാനിപ്പോൾ സ്കൂളിൻ്റെ മുകളിൽ നിന്ന് ചാടും, എന്താണ് എൻ്റെ അമ്മ എന്നെ വഴക്കു പറയും വീട്ടിൽ ചെന്നാൽ. അപ്പോൾ അവിടുത്തെ ആലോചിച്ചു, ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് മക്കളെ സന്തോഷത്തിന് സമ്മാനം കിട്ടാൻ വേണ്ടി പറഞ്ഞു വിടുന്നതാണ്. അതാണ് പറയുന്നത്, മനുഷ്യര് സമ്മാനത്തിനും പ്രതിഫലത്തിനും വേണ്ടി കുട്ടികളെ മനസ്സിനെ ആകർഷിച്ച് വയ്ക്കും. അപ്പോൾ അവർക്ക് സമ്മാനം കിട്ടണം എന്നുള്ള ഒറ്റ ഇതിലാണ് പറഞ്ഞത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് പോയാൽ അവരുടെ ജീവൻ പോയി എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ അവർക്ക് ജീവനില്ല. അതുകൊണ്ട് ആ കുട്ടി എടുത്ത് ചാടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേപോലെ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ വിളിച്ചിട്ട് എന്താക്കും, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഈ ചാടിയാൽ ഇത് നേരെ കിട്ടുമോ, ഈ ഒടിഞ്ഞു പോയത് കിട്ടുമോ എന്ന് ഞാൻ ഒരിക്കലും ആ കുഞ്ഞിനോട് ചോദിച്ചു. 2ാം ക്ലാസ്സിലെ കുട്ടിയാണ്, എനിക്ക് അനുഭവമുള്ള കുട്ടിയാണ്. അത് എൻ്റെ മണ്ടയിൽ എടുത്ത് ചാടും എന്ന് പറഞ്ഞു. ടീച്ചർ, ഞാനിപ്പോൾ പോയി എൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല, എൻ്റെ അമ്മ എന്നെ അടിച്ച് കൊല്ലും, കാരണം അമ്മ ഉണ്ടാക്കി തന്നിട്ട് പറഞ്ഞു ഒന്ന് പോലും കളയാൻ സൂക്ഷിച്ച് കൊണ്ടുവരണം. ശരിയാണ്, സൂക്ഷിക്കണം. പക്ഷേ ഈ കുട്ടികളല്ലേ, ഇതിലേതോ ഒരു കുറച്ച് ഈ പറഞ്ഞുള്ള അഹങ്കാരം, അതായത് അവർക്ക് സമ്മാനം കിട്ടരുതേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ആ വീടിൻ്റെ ഏതോ ഒരു ഭാഗം കുട്ടി ഒടിച്ച് കളഞ്ഞു. അന്ന് ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചാടിയാൽ ഇത് കിട്ടുമെങ്കിൽ ചാടാൻ പറഞ്ഞു. പക്ഷേ തിരിച്ച് ചാടിയിട്ട് ഇത് കിട്ടുന്നത് നിന്നെയും കിട്ടത്തില്ല, വീടും കിട്ടത്തില്ല, അമ്മയ്ക്ക് ആളില്ലാതെ പോകും. അപ്പോൾ അമ്മ അതിനേക്കാൾ വലിയ ദുഃഖമല്ലേ അമ്മയ്ക്ക് ചോദിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്ന, അവരോട് പെരുമാറുന്ന ഒരു രീതിയാണ് അവർ കൂടുതൽ നല്ല മനസ്സോടെയും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം വേണം, അഹങ്കാരം ഇല്ലാതെ വേണം. അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രമേ ബുദ്ധിക്ക് എന്തുണ്ടാവുള്ളൂ, ബുദ്ധിക്ക് വെളിച്ചമുണ്ടാവും. ബുദ്ധി വെളിച്ചം വന്നാലേ എന്തുണ്ടാവും, ബോധവും ബുദ്ധിയും കൂടെ. ബോധം കൊടുക്കുന്ന ബുദ്ധിയെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ഭയങ്കരമായ അഹങ്കാരം ഉണ്ടാവരുത്. അഹങ്കാരം ഉണ്ടായാൽ എല്ലാം ദുർബല. അഹങ്കാരം തുടങ്ങി നാശത്തിനുള്ള സമയമായിട്ടുണ്ട്. നമ്മളെന്ത് പറയാൻ, നിന്റെ കർമ്മം എന്ന് വയസ്സായവർ പറയും, അമ്മൂമ്മമാർ പറയും. കൊച്ചുമക്കളൊക്കെ ബഹളം വയ്ക്കും, നീ എന്തിനാണ് തുള്ളുന്നത്, എന്തോ കഷ്ടകാലത്തിലാണ് കുഞ്ഞെ എന്ന് പറയുന്നത് അവരുടെ ദീർഘവീക്ഷണമാണ്. കാരണം ഒരു കുട്ടിക്കൊരു അല്പം അഹങ്കാരം കൂടിപ്പോയി തീർന്നു. അത് ഇനിയിപ്പോൾ എന്തൊക്കെ സൗഭാഗ്യങ്ങളുള്ള ആളാണെങ്കിലും അഹങ്കാരം എന്ന് പറയുന്ന ഒരു മേലങ്കി ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കുട്ടിയായാലും മധ്യവയസ്കയായാലും അമ്മയായാലും അച്ഛനായാലും ഇച്ചിരി പ്രായമുള്ളവരായാലും തന്നെ അത് ആ സംഭവം, ആ അഹങ്കാരം നമ്മെ വീഴുന്നു. പിന്നെ നമുക്ക് മുമ്പോട്ട് ഗതി ഉണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. എന്നേക്കാൾ കേമനായി മറ്റാരുമില്ലെന്ന തോന്നലുണ്ടാകും അഹങ്കാരം വന്നു കഴിയുമ്പോൾ. എല്ലാത്തിനും എനിക്ക് കഴിവുള്ളൂ, ഞാൻ വീണ്ടും പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം മതമത്സരങ്ങൾ ശക്തി കൂടും. മതവും മത്സരവും അറിയാലോ, മതവും മത്സരവും വരുന്നിടത്ത് അവിടെ ആരുണ്ടാവില്ല,
ഈശ്വരൻ്റെ ഒരു കണിക പോലും പ്രകാശിക്കില്ല. നമ്മുടെ ഉള്ളിൽ ആ ബോധം ഇരുന്ന് വിഷമിക്കുകയായിരിക്കും. ബോധം എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെ അംശമാണെന്ന് നമ്മൾ പഠിച്ചു. അതിന് നല്ല രീതിയിൽ ഉണരണമെന്നായിരിക്കും അതിൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് നമ്മുടെ ഈ അഹങ്കാര സ്വഭാവം കാരണം അത് തെളിയത്തില്ല. തെളിയാതെ വരുമ്പോൾ ബുദ്ധിക്ക് മാന്ദ്യം ഉണ്ടാകും. ബുദ്ധിക്ക് മാന്ദ്യം വന്ന് അഹങ്കാരം കൊണ്ട് നമ്മൾ പതിക്കുമ്പോൾ എന്തായാലും നമ്മുടെ മനുഷ്യജന്മം ഒരു മനുഷ്യദേഹം നഷ്ടപ്പെട്ട് പതിക്കാൻ ഇടവരികയും അങ്ങനെ നമുക്ക് എന്തുണ്ടായപ്പോൾ നമ്മുടെ മനുഷ്യജന്മം വ്യർത്ഥമായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ആചാര്യൻ ഇവിടെ തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബദ. അങ്ങനെ വരുന്ന ആൾക്കാരെ നീ കൊല്ലുന്നു, നീ ചിലരെ. ഹരിനാരായണ, അങ്ങ് ഈ വർദ്ധിച്ച അഹങ്കാരം മൂർത്തുമൂത്ത് വരുമ്പോൾ എന്താവും? കൊല്ലേണ്ടി വരുന്ന അവസ്ഥ, താനേ അപകടത്തിൽ പോകേണ്ടി വരുന്നു. അത് നീ ചെയ്യുന്നതല്ലേ? ഹരിനാരായണനായി കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് കല്ലിന് മീതെ, അഹങ്കാരത്തിന് മീതെ മറ്റൊന്നുമില്ല എന്ന് ഓർത്തുകൊണ്ട് എല്ലാവരോടും കുതറിയും ബാബേശിയും പെട്ടെന്നുള്ള തള്ളിപ്പുറപ്പെടൽ വെച്ചാൽ കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണം ഞാൻ പറഞ്ഞത് ദുശാസനന്റെ കഥ പറഞ്ഞത്. ദുശാസനൻ ചേട്ടൻ എന്ത് പറയുന്നു അതിൻ്റെ മുമ്പും ചിന്തിക്കാതെ പാഞ്ചാലിയുടെ വസ്ത്രം അഴിക്കുകയാണ്. അതിൻ്റെ എത്രത്തോളം അതിനൊരു ഇതുണ്ടെന്നുള്ളത് ആ മൂഢനായ അഹങ്കാരിയായ ദുശാസനൻ അറിയുന്നില്ല. അതിന് തള്ളിപ്പുറപ്പെടും സപതി വാവേശിയും, അതായത് എന്തും എവിടെയും ചെയ്യുക, എന്തൊന്നും തിരിഞ്ഞു നോക്കാതെ ചെയ്യുന്ന ആ ഒരു മനസ്സ്, അത് ആര് ചെയ്താലും അവർക്ക് നാശം തന്നെയായിരിക്കും അവസാനം. അവിടെ അങ്ങനെയുള്ള നമ്മളെ ഈ മനുഷ്യജന്മം ഇത് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ഈശ്വരനിലുള്ള തത്വങ്ങളാണ്. ആ ഈശ്വരനെ അറിയാൻ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയും നമ്മൾ ഗുരുവിൻ്റെ ഉപദേശം തേടുകയും നമ്മൾ പ്രണവോപാസനം ചെയ്യുകയും അത് താനെ അറിയുകയും ആ താൻ അറിയുന്നത് നമ്മൾ ബ്രഹ്മത്തിൽ ചേരാനുള്ള മറ്റ് പരിപാടികളിലേക്കും മറ്റു മാർഗങ്ങളിലേക്കും പോവുകയും ചെയ്യുകയാണ് ഒരു പരമമായ ഒരു ജീവൻ്റെ ലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ പദ്യത്തിലൂടെ നമ്മളെ ആചാര്യൻ. അതുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സത്സംഗവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരേ ഗുരുവായൂരപ്പ, ഹരേ രാധേ രാധേശ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കല്ലിനു മീതെ പരം ഇല്ലെന്നു ഓതിയുടൻ എല്ലാരോടും കുതറി മാവേശിയും സമതി തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടു ബദ. കൊല്ലുന്നു നീ ചിലരെ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.